നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ കേസ് കുത്തിപ്പൊക്കാൻ മിടുക്കനായ ഒരു വക്കീലിനെ തേടി ഇറങ്ങിയിരിക്കുകയാണ് വന്ദന. ആ കേസ് കോടതിയിലെത്തി അന്വേഷണത്തിനായി ഉത്തരവിട്ടാൽ അതിന്റെ വരുംവരായികളൊക്കെ അറിയാലോ അല്ലേ? അതുകൊണ്ട് അവളുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കണം. എന്റെ കുഞ്ഞിന്റെ ശബ്ദം കേട്ടപ്പോ ഉള്ളിലെ പൊള്ളലിനൊരാശ്വാസം. വിക്രം എന്ന രാക്ഷസന്റെ യഥാർത്ഥ രൂപം വർഷ കണ്ടിട്ടില്ലല്ലോ. അവരുടെ മുന്നിൽ മുഖം മൂടിയിട്ട് അഭിനയിച്ച് തകർക്ക വിക്രം. എന്താണ് അവന്റെ നീക്കങ്ങളെന്ന് കണ്ടെത്തണം. ഏത് വിധേനയും അവളെ രക്ഷപ്പെടുത്താനുള്ള വഴി കണ്ടുപിടിച്ചിട്ട് വേണം ഇനി മുന്നോട്ട് പോക്ക്. അതുവരെ എന്റെ വെളിപ്പുറത്ത് അമ്മ അവളെ കാക്കും. ഈശ്വരാ. എന്തായി? ഫോണിൽ പറഞ്ഞാൽ സേഫ് അല്ലെന്ന് കരുതിയാ നേരിട്ട് വന്നത്. കുറുപ്പ് സാറ് സംശയം പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങൾ. വന്ദനയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ കൊടുത്തത് രാജീവന്റെ സഹോദരി രാഖിയും സാഗറും തന്നെയാണ്. അപ്പോ എന്റെ ഊഹം തെറ്റിയില്ല. സാഗർ ശത്രുവിന്റെ ശത്രുമിത്രം എന്നല്ലേ ഒരു പഴഞ്ചൊല്ല്? നമ്മൾ രാഖിയും സാഗറുമായിട്ട് കൈകോർക്കുന്നു, ഒരു ചങ്ങാത്തം സ്ഥാപിക്കുന്നു. അല്ല, ഇതിൽ ഈ പാർട്ടി സെക്രട്ടറി അഭിപ്രായം എന്താ? ഹൈക്കമാൻഡിനോട് ചോദിച്ചിട്ട് അഭിപ്രായം പറയാൻ നിൽക്കണ്ട, ഇപ്പൊ വേണം പറ. അത് തന്നെയാണ് നല്ലത്. ഒരുമിച്ച് നിന്നാൽ കാര്യങ്ങൾ എളുപ്പമാവും. പക്ഷേ ശത്രുവിനേക്കാൾ ഭയക്കണം വിശ്വാസം മുതലെടുത്ത് കാലുവാരുന്ന ബന്ധുക്കളെ. ഓ, അപ്പൊ പാർട്ടി സെക്രട്ടറി ഉദ്ദേശിച്ചത് ജഗനെ ആയിരിക്കും അല്ലയോ? ഓ, ജഗൻ വരുന്നുണ്ട്. അല്ല, കണ്ടിട്ട് ഇവിടെ ഒരു ചർച്ചയാണെന്ന് തോന്നുന്നല്ലോ. അപ്പോ ഞങ്ങള് സംസാരിച്ചതൊന്നും നീ കേട്ടില്ല എന്നർത്ഥം. ഇല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അതേതായാലും നന്നായി അല്ലടോ പാർട്ടി സെക്രട്ടറി. അല്ല, എന്തായിരുന്നു നിങ്ങളുടെ ചർച്ചാ വിഷയം? അല്ല, അത് പിന്നെ നമ്മുടെ ആലമൂട്ടിലെ അതിർത്തിക്കല്ലിന്റെ കാര്യത്തിൽ ഒരു ചെറിയ കശപിശ, അത്രേ ഉള്ളൂ. അതെ, അത് പിന്നെ ഈ അതിർത്തി കല്ലിന്റെ അല്ലല്ല ഈ കല്ലിന്റെ ചർച്ചയായിരുന്നു. കള്ളം, ശുദ്ധ കള്ളം. രാഷ്ട്രീയക്കാരനായിട്ടും സംശയം തോന്നാത്ത രീതിയിൽ കള്ളം പറയാൻ അച്ഛൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇത് വേറെന്തോ ചർച്ചയായിരുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്. ഇതുവരെ എല്ലാ കാര്യങ്ങളും അച്ഛൻ എന്നോടായിരുന്നു ചർച്ച ചെയ്യാറുള്ളത്. എന്നാ ഇപ്പൊ ചർച്ചകളെല്ലാം പാർട്ടി സെക്രട്ടറിയോടായി. അല്ല, ഞാൻ ഔട്ടായി പോവോ? അതെന്ത് ചോദ്യം മോനെ? അതിർത്തി പ്രശ്നം, കല്ല് കേസ് തുടങ്ങി അതുപോലത്തെ ചെറിയ ചെറിയ കേസുകൾ നിന്നെ അറിയിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഗൗരവമുള്ള പാർട്ടി പ്രശ്നങ്ങളാണെങ്കിൽ നിശ്ചയമായും ജഗനെ അറിയിച്ചിരിക്കും അല്ലേ സെക്രട്ടറി? അതെ. നീ കൂടെ ഉണ്ടെങ്കിലേ ഈ കുറിപ്പിനൊരു ധൈര്യമാകൂ. അടവുകൾ അറിഞ്ഞ അർജുനനാണ് നീ. അതെ, അത് തന്നെയാണ് സത്യം. നിങ്ങളുടെ ചർച്ച നടക്കട്ടെ. ആവനാഴിയിലെ അമ്പ് തീരുമ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കണേ. ഞാൻ വരാം. എന്ത് സൂക്ഷിക്കണം.
ആ കേസ് കുത്തിപ്പൊക്കാൻ മിടുക്കനായ ഒരു വക്കീലിനെ തേടി ഇറങ്ങിയിരിക്കുകയാണ് വന്ദന. ആ കേസ് കോടതിയിലെത്തി അന്വേഷണത്തിനായി ഉത്തരവിട്ടാൽ അതിന്റെ വരുംവരായികളൊക്കെ അറിയാലോ അല്ലേ? അതുകൊണ്ട് അവളുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കണം. അവളുടെ പിറകെ ഒരു കണ്ണ് വേണം. അവളുടെ നീക്കങ്ങൾ അപ്പോ എന്നെ അറിയിക്കുകയും വേണം. മനസ്സിലായോ? അതിന് വിശ്വസ്തരായ ആരെന്ന് വെച്ചാൽ ഏർപ്പാട് ചെയ്തോ. ശരി സാർ, എന്നാ ഞാൻ അതെ, പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഓ, ഇതൂടി. മോളെ, ഭഗവതി, മുത്തശ്ശി. എന്റെ ദേവി, നീ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് ഒരുപാട് സമയം എടുത്തല്ലോ മോളെ. ഭഗവതിയെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തിയിട്ടാണോ നിന്റെ വരവ്? ഭഗവതി പ്രത്യക്ഷപ്പെട്ടില്ല. പക്ഷേ എന്നോട് പ്രധാനപ്പെട്ടൊരു കാര്യം അറിയിക്കാൻ ഭഗവതി ഒരാളെ അയച്ചു. അതാരാ? ഭഗവതി നേരിട്ട് അയച്ച ആള്? എന്റെ പരിചയത്തിലുള്ള ഒരു സ്ത്രീയാ. അവരൊരു ഡോക്ടറെ കുറിച്ച് പറഞ്ഞു. ഓർത്തോടെ സ്പെഷ്യലിസ്റ്റാ, ഡോക്ടർ കാർത്തിക മാധവ്. ഒരിക്കലും ഭേദപ്പെടില്ല എന്ന് കരുതിയ രോഗികളുടെ അസ്ഥികളുടെ ഒടിവും ചതവും തേയ്മാനും ഒക്കെ മാറ്റിയെടുത്ത് ഭേദപ്പെടുത്തിയിട്ടുള്ള ആളാണത്രേ. എന്നാ എത്രയും പെട്ടെന്ന് ദേമോളെ ആ ഡോക്ടർ ഇന്ന് കാണിക്കണം. മോളെ, എത്ര രൂപ ചെലവാകും? അതിപ്പോ ഏറ്റവും കുറഞ്ഞത് 1,00,000 രൂപയെങ്കിലും ആവും, അല്ലേ മോളെ? 1,00,000 രൂപയോ? ജോലിയൊന്നുമില്ലാത്ത മോളെങ്ങനെ അത്രയും വലിയ തുകയുണ്ടാക്കും? ഇപ്പൊ തന്നെ ചുമലിലൊരു ബാധ്യതയുണ്ട്. വിനുവേട്ടന്റെയും ദീമോളുടെയും പിന്നെ എന്റെയും ചെലവ് കാശ് ഞാൻ നൽകാന്നല്ലേ ഏറ്റിരിക്കുന്നത് മുത്തശ്ശി. എനിക്കൊരു ചെറിയ ജോലിയിലേ ഉള്ളൂ. ട്രെയിനിങ് സമയമായതിനാൽ ശമ്പളം കുറവാ. അത് മാത്രം വെച്ച് മോളെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പോ എനിക്കിനി ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ലേ വന്ദനാവേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.